വിളപ്പിശാല പഞ്ചായത്തിലെ കാരോട് വാർഡിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തി അനീഷ് ഇത്തവണ കരുവിലാഞ്ചിയിൽ ജനവിധി തേടുന്നു. UDF സ്ഥാനാർത്ഥിയായ അനീഷ് തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. കാരോട് ഇത്തവണ വനിതാ സ്ഥാനാർത്ഥിയായതിനാലാണ് കരുവിലാഞ്ചിയിലേക്കുള്ള കൂടുമാറ്റം. വാർഡ് മെമ്പർ എന്ന നിലയിൽ മികച്ച സേവനമാണ് നടത്തിയതെന്നും ഇതൊക്കെ വോട്ടായി മാറുമെന്നാണ് പ്രതീക്ഷയെന്നും അനീഷ് പറയുന്നു. വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ലക്ഷ്യമെന്നും അനീഷ് വ്യക്തമാക്കി. നമസ്കാരം പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 5 വർഷം കാരോട് വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളുമായിട്ട് നല്ല രീതിയിൽ തന്നെ ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വ ബോധത്തോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ പ്രകാരം ഈ കാരോട് വാർഡിൽ കഴിഞ്ഞ 5 വർഷം ഒത്തിരി വികസനങ്ങൾ ചെയ്യുവാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ഈ കുണ്ടാമുഴി കീഴിൽനട മേച്ചിറ റോഡ് യാഥാർത്ഥ്യമാകുമ്പോൾ അതിൻ്റെ സൈഡ് വാൾ നിർമ്മാണത്തിന് 46 ലക്ഷം രൂപ ചെലവഴിച്ചു. ഇത് എൻ്റെ വാർഡിൻ്റെ വികസന മാതൃക കാണിക്കുവാൻ സാധിച്ചു. തീർച്ചയായും അതിയായ സന്തോഷമുണ്ട്. ഒരു നാട്ടിൻ്റെ വലിയൊരു റോഡ് യാഥാർത്ഥ്യമാകുമ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയ്ക്ക് 46 ലക്ഷം രൂപ ചെലവഴിച്ച് സൈഡ് വാൾ നിർമ്മാണം പൂർത്തിയാക്കുവാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു അഭിമാന നിമിഷം തന്നെയാണ്. എന്നെ ഈ ജനപ്രതിനിധിയായി തിരഞ്ഞെടുത്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും അറിയിക്കുന്നു. ഈ 5 വർഷം കൊണ്ട് അനീഷാണ് ഇവിടുത്തെ വാർഡ് മെമ്പർ. അനീഷിനെ സംബന്ധിച്ചിടത്തോളം പറയാമെന്നുണ്ടെങ്കിൽ ഈ 5 വർഷവും കാര്യമായിട്ട് ഞങ്ങൾക്കൊരു പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഒരു വ്യക്തിയെ കിട്ടിയത് ഈ അനീഷിൽ കൂടിയാണ്. അതിനുശേഷം ഇവിടെ ഒരുപാട് വികസനങ്ങൾ, കാരണം ഹൈമാസ് ലൈറ്റ് തന്നെ ഞങ്ങളെ ഈ വാർഡിനകത്ത് 5 ലൈറ്റ് വന്നിട്ടുണ്ട്. കടുമ്പ് പാറയുടെ അവിടെ ഒരു ടാങ്കിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്, കുടിവെള്ള പദ്ധതിയുടെ. അതേപോലെ തന്നെ നിരവധി റോഡുകൾ എല്ലാം നല്ല രീതിയിൽ പണി ചെയ്തും എപ്പോഴും ഏത് സമയവും അനീഷിനെ സംബന്ധിച്ചിടത്തോളം വിളിച്ചാൽ കിട്ടും. ഏത് രാത്രി വിളിച്ചാലും എപ്പോഴായിരുന്നാലും ഇവിടെ ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക്, ഒരു ആശുപത്രി കേസിന്, എന്തിനും ഞങ്ങളോടൊപ്പം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അനീഷ്. അപ്പോൾ അനീഷ് വീണ്ടും നല്ലൊരു നിലയ്ക്ക് ഇതേപോലെ തുറന്നു പോട്ടെ എന്നുള്ള പ്രാർത്ഥനയും അനുഗ്രഹവും നേരെയാണ്. എനിക്ക് പറയാനുള്ളത്, നമ്മളെ കാരോട് വാർഡ് ഇവിടെ നിലവിൽ വന്നതിൽ ഏറ്റവും നല്ല രീതിയിൽ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ളത് ഈ അനീഷ് മെമ്പറിൻ്റെ കാലത്താണ്. അത് ഞങ്ങൾക്ക് പറയാൻ നല്ല അഭിമാനത്തോടെ പറയാൻ ആഗ്രഹമുണ്ട്. കാരണം ഇവിടെ ഇന്ന് വരെ ആരും ചെയ്യാത്ത കാര്യങ്ങളെല്ലാം ഈ നാട്ടിലുള്ള ആൾക്കാർ ചെയ്തിട്ട്, ഈ നാട്ടിന് വേണ്ടി ചെയ്ത ഒരു മനുഷ്യനാണ്. അത് ഇനിയും ഭാവിയിൽ അയാൾ നല്ല കാലങ്ങളിൽ നല്ല രീതിയിൽ ചെയ്തു വരാൻ ഞങ്ങൾ സന്മനസ്സോടെ കാണിക്കണമെന്ന് എല്ലാവരോടും ഞങ്ങൾക്ക് പറയാൻ ഒരാഗ്രഹമുണ്ട്. മാക്സിമം ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അനീഷ് മെമ്പറിൻ്റെ കാലത്ത് ചെയ്ത നല്ലൊരു പ്രവർത്തനമാണ്. നാട്ടിൽ നല്ലൊരു വികസനം ഉണ്ടായിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെ മലപ്പനാങ്കോട് പള്ളിയുടെ ഭാഗത്തൊരു ലൈറ്റ്, മുഴവങ്കോട് ഭാഗത്തൊരു ഇവിടെ മലപ്പനാങ്കോട് ജംഗ്ഷനിലൊരു ലൈറ്റ്, അവിടെ 2 സ്ഥലത്തും 2 ലൈറ്റ്, പിന്നെ 2 സൈഡ് വാൾ കെട്ട്, റോഡിൻ്റെ വികസനം, ഇതെല്ലാം ചെയ്തു തന്നിട്ടുള്ളതിന് വീടുകളിൽ കോൺക്രീറ്റ് ചെയ്ത് ഇട റോഡുകളെല്ലാം നല്ല വികസനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ നല്ല രീതിയിൽ ഓരോ മുടുക്ക് റോഡുകളിൽ എല്ലാം സിമൻറ്റ് ടാറിങ് ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്. നല്ലൊരു വികസനമാണ് ചെയ്തിട്ടുള്ളത്.
കാരോട് വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് മുമ്പ് കിടന്നതിനേക്കാൾ വളരെ ഭംഗിയായി ആൾക്കാർക്ക് മുൻപ് നടന്നു പോകാൻ പറ്റാത്ത കണ്ടീഷനായിരുന്നു. ഇപ്പോൾ എല്ലാ ഇട റോഡുകളിലും പൈപ്പ് ലൈനും റോഡും എല്ലാം നല്ല ക്ലിയറാണ്. ഏത് സമയത്തും കണ്ണടച്ച് നടക്കാം. പണ്ടൊക്കെ സൈക്കിളിൽ പോലും പോകാൻ പറ്റാത്ത ഒരു കണ്ടീഷനായി സാഹചര്യം. ആ സാഹചര്യത്തിൽ ഇന്ന് സൈക്കിള് ഒന്ന് അവിടെ നിന്ന് ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് ചെന്നാലും ഇറങ്ങാൻ തോന്നില്ല. അത്ര ഭംഗിയായിട്ട് സ്കൂട്ടർ, ബൈക്ക്, ഓട്ടോ, മനുഷ്യർ എല്ലാവരും വളരെ സ്വാതന്ത്ര്യമായിട്ട് സന്തോഷമായിട്ട് നടന്നു വരുന്നു. നമ്മൾ കാരോട് വാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുവരെ ഇല്ലാത്തൊരു വികസന പ്രവർത്തനമാണ് ഇപ്പം അനീഷിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. രാഷ്ട്രീയ അതീതമായി എല്ലാ കക്ഷികളുടെയും കുടുംബങ്ങളുടെയും എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്ക് നിൽക്കുന്ന റോഡ് തന്നെ എടുത്താലും ഈ റോഡ് തന്നെ മേളോട്ട് കയറിയ എല്ലാ ഇടവഴികളും ഇന്റർലോക്ക് ചെയ്യുകയും കോൺക്രീറ്റ് ചെയ്യേണ്ട റോഡുകൾ കോൺക്രീറ്റ് ചെയ്യുകയും അതിനുള്ള ഇതുവരെ ഇല്ലാത്തൊരു വികസന പ്രവർത്തനമാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. സ്നേഹവും ബഹുമാനമുള്ള കാരോട് നിവാസികളെ, കഴിഞ്ഞ 5 വർഷക്കാലം ഈ കാരോട് വാർഡിൻ്റെ വികസനത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ശ്രീ അനീഷിൻ്റെ പൊതുപ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിന് വളരെ നല്ല മാതൃകയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. നമ്മുടെ ഈ കടുമ്പുപാറയുടെ ഹരിതകർമ്മ പ്രവർത്തനങ്ങൾക്ക് കുടിവെള്ള പദ്ധതി, വേറെ കാലമായി ഒരു മിനിമാസ് ലൈറ്റ്, അതുപോലെ തന്നെ നമ്മുടെ റോഡിൻ്റെ വികസനങ്ങൾ, മറ്റ് ഇതര കൊറോണ കാലത്തെ ആൾക്കാരുടെ ക്ഷേമത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ചു. കൂടാതെ നമ്മുടെ ഈ കാരോട് വാർഡിലെ ഓരോ റോഡുകളുടെ പ്രവർത്തനങ്ങൾ, ഓരോ മിനിമാസ് ലൈറ്റുകൾ പലയിടങ്ങളിലായിട്ട് സ്ഥാപിച്ചു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 5 വർഷം ഇതേ സമയം ഒരു തെരഞ്ഞെടുപ്പിൽ കൂടെ മത്സരിച്ചാണ് ഞാൻ കാരോട് വാർഡിലെ ജനപ്രതിനിധിയായത്. ആ ജനപ്രതിനിധി ആയതിനു ശേഷം ഈ 5 വർഷവും പരമാവധി സമയം കാരോട് വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങളുമായി രോഗികളെ, കിടപ്പ് രോഗികളെയൊക്കെ സഹായിച്ച് ഈ വാർഡിൽ എന്താവശ്യത്തിന് ഏത് സമയത്തും അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുവാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുവാൻ വേണ്ടി എന്നെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുത്ത കാരോട് വാർഡിലെ എല്ലാവരെയും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ വലിയ വലിയ പദ്ധതികളാണ്. ഇതാ എൻ്റെ പുറകിൽ തന്നെ കാണാം, ഒരു കടുമ്പുപാറയിൽ 6,74,00,000 രൂപ മുടക്കി നിർമ്മാണ പ്രവർത്തനം, മലയോര മേഖലകളിൽ കുടിവെള്ളം എത്തിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനമായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അതോടൊപ്പം കടുമ്പുപാറ ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ചു. നല്ല ഒരു രീതിയിലുള്ള, ആരും അറിയാതെ കിടന്ന കടുമ്പുപാറയാണ് ഇന്ന് ഞായറാഴ്ച ദിവസങ്ങളിൽ, അവധി ദിവസങ്ങളിലൊക്കെ ഒത്തിരി പേര് ഇവിടെ വന്ന് പ്രകൃതി രമണീയമായ കാഴ്ചകൾ കാണാൻ വരുന്നത്. അതോടൊപ്പം തന്നെ കാരോട് വാർഡിൽ 8 മിനിമാസ് ലൈറ്റുകൾ സ്ഥാപിക്കുവാൻ സാധിച്ചു. കുടിവെള്ളം എത്തിക്കാനുള്ള മേഖലകളെല്ലാം കുടിവെള്ളം എത്തിച്ചു. മിനി കുടിവെള്ള പദ്ധതി നടപ്പിലാക്കി. അതുപോലെ വാർഡിൻ്റെ ഇട റോഡുകൾ എല്ലാം ഇത് ഏകദേശമുള്ള 80% റോഡുകളും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുവാൻ സാധിച്ചു. കാരോട് വാർഡിന് സ്വന്തമായിട്ടുള്ള ഒരു അംഗൻവാടി ഇല്ലായിരുന്നു. ആ അംഗൻവാടിക്ക് 3 സെൻറ്റ് സ്ഥലം സൗജന്യമായി വാങ്ങിയെടുക്കുവാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ
22 ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മാണ പ്രവർത്തനം കെട്ടിട നിർമ്മാണം നടത്തുവാൻ വേണ്ടി ജില്ലാ പഞ്ചായത്ത് ടെൻഡർ നടപടികളെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും അതിയായ സന്തോഷമുണ്ട്. തൊഴിലുറപ്പ് മേഖലകളെല്ലാം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ തന്നെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം വലിയ ഇത് കടുമ്പുപാറയിൽ നിന്ന് പറയുകയാണ്, കഴിഞ്ഞ 5 വർഷം തിരഞ്ഞെടുപ്പിനെ നേരിട്ടതുപോലെ തന്നെയാണ് ഇനിയും കരുവിലാഞ്ചി വാർഡിൽ മത്സരിക്കാൻ ഞാൻ വേണ്ടി പോവുകയാണ്. ഈ കാരോട് വാർഡിൽ തന്ന പിന്തുണ പോലെ തന്നെ കരുവിലാഞ്ചി വാർഡിൻ്റെ വികസനങ്ങൾ നടക്കുവാൻ വേണ്ടി ഒരു വോട്ട് ചെയ്ത് സഹായിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.